രാജ്യത്തെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ പത്മഭൂഷൺ പുരസ്കാരം നടൻ മോഹൻലാൽ ഏറ്റുവാങ്ങി. 40 വർഷക്കാലമുള്ള സമഗ്ര സംഭാവനകൾക്കാണ് മോഹൻലാലിന് പുരസ്കാരം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇതിനോടകം ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ തരംഗമായി കഴിഞ്ഞു. ആരാധകർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ രാവിലെ മുതൽ ലാലേട്ടൻ ലഭിച്ച പുരസ്കാര ചടങ്ങുകളുടെ വീഡിയോയും ചിത്രങ്ങളും കൊണ്ട് നിറയുകയായിരുന്നു. നടൻ പ്രഭുദേവ, ഗായകൻ ശങ്കർ മഹാദേവൻ എന്നിവരും പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കി വേദിയിൽ പത്മശ്രീ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതികളായ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി നേരിട്ടാണ് സമ്മാനിക്കുന്നത്. പത്മ പുരസ്കാര ജേതാക്കളായ മലയാളികൾക്ക് തിങ്കളാഴ്ച വൈകിട്ട് 6-ന് കേരള ഹൌസിൽ സ്വീകരണമൊരുക്കും. മോഹൻലാലിന് പുറമെ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ, സംഗീതജ്ഞൻ ജയൻ, പുരാവസ്തു വിദഗ്ധൻ കെ മുഹമ്മദ് എന്നിവർക്കാണ് സ്വീകരണം. പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി മോഹൻലാൽ. എല്ലാവർക്കും ലാലേട്ടനോട് ചോദിക്കാനുള്ളതും രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്നത് തന്നെ. രാഷ്ട്രീയത്തിലേക്കില്ല എന്ന തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നാണ് നടൻ മോഹൻലാൽ പറയുന്നതും. എല്ലാ പാർട്ടിയിലും തനിക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. തനിക്ക് ലഭിച്ച പത്മഭൂഷൺ മലയാള സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്നും മോഹൻലാൽ പറഞ്ഞു.